Okay, critical thinking is one of the most essential soft skill a person can develop over their lifetime, as it is essential individual to come up with viable and unique solution to come at the common problem. But there's some kind of barriers to critical thinking. For example, social brainwashing and our view of the world. That's one of the most important barriers to critical thinking actually. Barriers to critical thinking owing to social condition involving stereotyping things and people around us and having unwanted assumption that make it quite difficult for people around us in the organization to work. Okay, നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ പ്രിൻറ്റ് മീഡിയ സോഷ്യൽ മീഡിയ ഒരുപാട് പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. സംടൈം ദ വൺ നീഡ് ടു ഹാവ് എ ക്ലിയർ ഐഡിയ അബൌട്ട് ദ വേൾഡ് അറൗണ്ട് ഹിം ഓർ ഹെർ. ഹി ക്യാൻ അണ്ടർസ്റ്റാൻഡ് എനി മെസ്സേജ് അല്ലെങ്കിൽ നമ്മൾ ദിവസേന നമ്മൾ പത്രത്തിൽ വായിക്കുന്ന കാര്യങ്ങൾ അത് എത്രത്തോളം നിജസ്ഥിതി ഉണ്ടെന്നുള്ള കാര്യങ്ങൾ പെട്ടെന്ന് അറിയാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. And one usually form a view about the world around him or her from his or her always unbiased. There are maybe many influences upon the life of the people at a different stage of their life, but the strongest of all these influence turns out to be that of ഇലക്ട്രോണിക് ആൻഡ് പ്രിൻ്റ് മീഡിയ. നമ്മുടെ രാവിലെ നമ്മളെപ്പോഴും കാണുന്ന ന്യൂസുകളും എപ്പോഴും റൈറ്റ് ഇൻഫർമേഷൻ ആയിരിക്കുകയില്ല പ്രൊവൈഡ് ചെയ്യുന്നത്. അത് വിശ്വസിക്കണമെന്ന് നമ്മളെ ധരിപ്പിക്കുമെങ്കിൽ പോലും ഇത് ആക്ച്വലി പലപ്പോഴും മിസ്റ്റേക്സ് ഉണ്ടാവാറുണ്ട്. വി ബിലീവ് വി ലിവ് ഇൻ എ വേൾഡ് ദാറ്റ് ദ ന്യൂസ് പേപ്പർ ആൻഡ് ന്യൂസ് ചാനൽസ് മേക്ക് us believe we live in. The hidden and indirect control of the various media upon our lives and thought process hinders a free and a reflective thought process. The sort of control can be considered to be greatest barriers to critical thinking. പലപ്പോഴും നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ആർട്ടിഫിഷ്യൽ ലോകത്തിൻ്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫേക്ക് ന്യൂസുകളും പോസ്റ്റ് ട്രൂത്തും ഒക്കെ കടന്നു പോകുന്നുള്ള കാലഘട്ടമാണ്. അതിൽ എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ചുറ്റും എന്താണ് നടക്കുന്നുള്ളത് എന്നുള്ള കൃത്യമായ ധാരണ നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അതർവൈസ് ആ ഒരു ഫാൾസ് ഇൻഫർമേഷൻ്റെ പുറകെ ആയിരിക്കും നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ടെൻഡൻസി ടു തിങ്ക് ഇൻ ബൈനറീസ്. പലപ്പോഴും ഏതെങ്കിലും ഒരു ഒബ്ജക്ഷൻ കേട്ട് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡ് റോങ് സൈഡ് ഈ രണ്ട് സൈഡിൽ പക്ഷം ചേർന്ന് പിടിക്കുന്ന ആൾക്കാരുണ്ടാവും. ദ ഹാവ് റൈറ്റ് ഇൻ ബോത്ത് പൊസിഷൻ. അങ്ങനെയുള്ള സമയങ്ങളിൽ കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കുവാൻ ആ പേഴ്സണ് സാധിക്കുകയില്ല. ഇപ്പം എന്തെങ്കിലും ഒരു കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് വരികയാണെങ്കിൽ തന്നെ ഒരു പേഴ്സണ് രണ്ട് തോണിയിൽ കാലിടുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ സെയിം സിറ്റുവേഷൻ. അവരെപ്പോഴും കറക്റ്റായിട്ടുള്ള ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ അവർക്ക് സാധിക്കുകയില്ല. രണ്ട് ഭാഗത്തും ശരിയുണ്ട്, ഞാൻ രണ്ട് ഭാഗത്തും ഉണ്ടെന്ന് പറയും. Even human being, whether male or female, always has the tendency to think in binaries, like bad or good. ഇന്നൊരു കാര്യം ഉണ്ടെങ്കിൽ അതിൽ ശരിയുണ്ടല്ലോ, അതിൽ തെറ്റുണ്ടല്ലോ, തെറ്റുണ്ടെങ്കിൽ അതിലും ചെറിയ ശരിയുണ്ടല്ലോ, ഒരു ഇത് ശരിയാണ് പക്ഷേ ശരിയല്ലായിരിക്കുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്നല്ലോ. വി ആർ ദേ ലിബറൽ ഓർ കോൺട്രവേഴ്സീസ് ലൈക്ക് ദാറ്റ്, ബ്ലാക്ക് ഓർ വൈറ്റ്. ഓക്കെ, ദീസ് thought feed process of thinking in binaries is common to the common man, but the world and worldly phenomena that we face are not to judge in terms of binaries. The tendency to think in terms of binaries often lead to bad philosophy and often result in the back down of personal relation. And third one is that fear regarding free thinking. എന്ത് ചിന്തിക്കുമ്പോഴും ഞാനൊരു കാര്യം തീരുമാനിക്കുന്നെങ്കിൽ അത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇന്ന് വസ്ത്രം ധരിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഇന്ന സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ ചുറ്റുമുള്ളവർ എന്ത് വിചാരിക്കുന്നുള്ള പറഞ്ഞ് വേവലാതിപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. Follow this. The second major obstacle to critical and creative thinking is the fear of failure or loss. It is the fear of being wrong or of making a mistake or of losing money or time. As it happens, it is not the experience of failure that hold you back. You have failed countless times in life, and it is not. It doesn't done you any permanent damage. It is the possibility of failure, the anticipation of failure that
paralyze action and become the primary reason for failure and ineffective problem saving. And next is egocentrism. Egocentrism, nature or behavior, is a natural tendency and is many a time difficult to overcome. Such a barrier is making the person think about himself and leads to the inability to not to sympathize with others to understand their issues and problems. And one's ego can one of the most significant barriers of critical thinking. എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ശരിയായിട്ട് നമ്മൾ വിശ്വസിച്ച ഒരു കാര്യം ഒരിക്കലും അത് റോങ് ആക്കി ചിന്തിക്കുവാൻ താല്പര്യപ്പെടാത്ത അവസ്ഥ. അല്ലെങ്കിൽ ഇഗോസെൻട്രിസം ഇസ് അനദർ ഇറ്റ്സ് പ്രൊഡ്യൂസ് എ സീരിയസ് ത്രെറ്റ് ടു ക്രിട്ടിക്കൽ തിങ്കിങ് ബിക്കോസ് ഓൾ ഓഫ് us to think that we are center of the universe. എവറിത്തിങ് ഈസ് ഗുഡ്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതെല്ലാം ശരിയാണ്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം ശരിയാണ്, ഞങ്ങൾ അറിഞ്ഞു വെച്ച കാര്യങ്ങളെല്ലാം ശരിയാണ്, സ്വയം പ്രഖ്യാപിക്കുകയാണ്. അത് തിരുത്തി കൊടുത്താൽ പോലും അല്ലെങ്കിൽ അതിനെ ഒബ്ജക്റ്റ് ചെയ്താൽ പോലും അത് അംഗീകരിക്കില്ല. എവിഡൻസ് കാണിച്ചാൽ പോലും പ്രൂവ് ചെയ്താൽ പോലും അത് അംഗീകരിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ദേ ഓൾവേസ് നെഗ്ലക്റ്റ് എവരിത്തിങ്. Okay, but for critical thinker, one has to overcome such an attitude and be able to appreciate other way of looking at things. ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയുവാനും തെറ്റാണെങ്കിൽ അത് തിരുത്തുവാനുള്ള ആറ്റിറ്റ്യൂഡ് ഒരു ക്രിട്ടിക്കൽ തിങ്കറിന് ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്കൊരു ഫേമസ് ക്രിട്ടിക്കൽ തിങ്കറിനെ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഗാന്ധിജി എടുക്കാം. അദ്ദേഹത്തിൻ്റെ ആദ്യകാലങ്ങളിലെ വർക്കുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് പിന്നീട് അവസാനം 40കൾക്ക് ശേഷം എഴുതിയ പുസ്തകങ്ങളിലും അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ ഗാന്ധിയൻ തോട്ട്സിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇറ്റ്സ് എ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആൻഡ് പേഴ്സണൽ എക്സ്പീരിയൻസ്. ഓക്കെ, in every personal life there are certain commitments that determine the path we take in our life. The past experience of an individual determine the elegancy's emotional and special commitment. So one often finds it's difficult to come up with reasonable views and opinion in situation where there is tremendous pressure exercised by our past experience and commitment. Okay, thank you.